നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ടോപ്പ് 10 കറണ്ട് അഫയേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ആൻഡ് ഡേയ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ LSG സെക്രട്ടറി എന്നൊരു പരീക്ഷയുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് പഠന ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു രീതിയിലായിരിക്കും ഈ ഒരു ക്ലാസ്. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് ആഴത്തിലേക്ക് നമുക്ക് പഠിച്ച് പോകേണ്ടത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് എന്താണ് വേൾഡ് ഹിന്ദി ഡേ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസിനെ കുറിച്ചാണ് കേട്ടിരിക്കുന്നത് അല്ലേ. വേൾഡ് ഹിന്ദി ഡേ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരിക്കാം, ആഗോള ഹിന്ദി ദിനം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, വിശ്വ ഹിന്ദി ദിവസ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ. വിശ്വ ഹിന്ദി ദിവസ് ഇത് എന്നാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും ജനുവരി മാസം 10-ാം തീയതിയാണ് വേൾഡ് ഹിന്ദി ഡേ അഥവാ വിശ്വ ഹിന്ദി ദിവസ് എന്ന് പറയുന്നത് ആചരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ തീമുണ്ട് അല്ലെ. തീമല്ല, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് തീം എന്ന് പറയുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തീമുണ്ട്. ഈ വർഷത്തെ തീം എന്താണ്? ഹിന്ദി കോൺഫറൻസിന്റെ തീം എന്താണ്? ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ട്രഡീഷണൽ നോളജിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് അല്ലെ. ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു തീമാണ് ഈ വർഷത്തെ വേൾഡ് ഹിന്ദി ഡേ കോൺഫറൻസിന്റെ ലക്ഷ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഇതെവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ വേൾഡ് ഹിന്ദി ഡേ കോൺഫറൻസ് 2023 നടക്കുന്നത് എവിടെയാണ്? അത് ഫിജി എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്. ഫിജി നമ്മുടെ ഓസ്ട്രേലിയക്ക് സമീപത്ത് കിടക്കുന്ന പസഫിക് സമുദ്രത്തിലൊരു ദ്വീപാണ് ഫിജി. ഫിജിയിൽ നദി എന്ന സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നാഡി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചാണ് ഈ പറയുന്ന ആ വേൾഡ് ഹിന്ദി ഡേ കോൺഫറൻസ് നടക്കുന്നത്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. അടുത്ത വാർത്ത എന്താണ്? നാഷണൽ ആന്റി ലെപ്രസി ഡേ ആണ്. അതായത് ദേശീയ കുഷ്ഠരോഗ ദിനം അല്ല, ആന്റി ലെപ്രസി ഡേ എന്ന് കുഷ്ഠരോഗ വിരുദ്ധ ദിനം അല്ലെങ്കിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നിൽക്കുന്ന ദിനം എന്നൊക്കെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം അല്ലേ. വേൾഡ് ആന്റി ലെപ്രസി ആന്റി ലെപ്രസിയാണ്. വേൾഡ് ആന്റി ലെപ്രസി ഡേ എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുന്ന എന്താണ്? എല്ലാ വർഷവും ജനുവരിയിലെ അവസാനത്തെ സൺഡേയിലാണ്. ലാസ്റ്റ് സൺഡേ ആണ് അല്ലെ. ലാസ്റ്റ് സൺഡേ, അതാണ് പ്രത്യേകത. ലാസ്റ്റ് സൺഡേ ഓഫ് എവരി ഇയർ അതാണ് വേൾഡ് ആന്റി ലെപ്രസി ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും? ഇന്ത്യയിൽ ഇത് ആചരിക്കുന്നത് എല്ലാ വർഷവും ജനുവരി 30 അല്ലെ. ജനുവരി 30 പ്രത്യേകത എന്താണ്? ഇത് മഹാത്മാഗാന്ധി അല്ലെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചരമവാർഷിക ദിനമാണ്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമൊക്കെ വേണ്ടി പ്രയത്നിച്ച് രക്തസാക്ഷിത്വം വഹിച്ച മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ജനുവരി 30. അന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആന്റി ലെപ്രസി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇത് എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അതായത് എല്ലാ വർഷവും ലെപ്രസി ഈസ് എ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് വിച്ച് ഒക്കേഴ്സ് ഇൻ മോർ ദാൻ 120 കൺട്രീസ് വിത്ത് മോർ ദാൻ ന്യൂ കേസസ് റിപ്പോർട്ടഡ് എവരി ഇയർ എന്ന് പറയുന്നത്. അതായത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 120ഓളം കൺട്രികളിലായിട്ടാണ്. ഇത് ഏത് പ്രദേശങ്ങളിലാണ് കൂടുതലും കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല എന്ന് നമ്മൾ കേട്ട് കാണും അല്ലേ. ഉഷ്ണം ഉള്ള മേഖല, അതാണ് ട്രോപ്പിക്കൽ കൺട്രീസ് എന്ന് പറയുന്നത്. ആ ഉഷ്ണമേഖലയിലാണ് ഈ പറയുന്ന ലെപ്രസി എന്നുള്ള രോഗം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാൻ എന്തായിരിക്കാം? വേൾഡ് പൾസസ് ഡേ ആയിട്ടാണ് നമ്മൾ അല്ലെ. വേൾഡ് പൾസസ് ഡേ. അപ്പൊ എന്താണ് വേൾഡ് പൾസസ് ഡേയെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത് ചോദിച്ചാൽ, വേൾഡ് പൾസസ് ഡേ എന്ന് പറയുന്നത് ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി 10 അല്ലെ. ഫെബ്രുവരി 10 എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാലോ, ഒരു ആഗോള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ്. എന്തിന്? ഇമ്പോർട്ടൻസ് ഓഫ് പൾസ് അല്ലെ, ഇമ്പോർട്ടൻസ് ഓഫ് പൾസസ് എന്നാണ് പറയുന്നത്. അതായത് ആ സ്റ്റേബിൾ ഫുഡ് സോഴ്സിന്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂട്രീഷണൽ ഫുഡിന്റെ അല്ലെങ്കിൽ എന്തായിരിക്കാം ആഗോളതലത്തിലുള്ള ഒരു സുരക്ഷ എന്ന് പറയുന്നത് ലോകത്തിന് നൽകുന്നത് ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങളിലൂടെയാണ് എന്ന് പ്രതിപാദിച്ചുകൊണ്ട് ആചരിക്കുന്നതാണ് വേൾഡ് പൾസസ് ഡേ. ഇത് ആചരിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ്. ഈ വർഷത്തെ തീം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. വേൾഡ് പൾസസ് ഡേയുടെ ഈ വർഷത്തെ തീം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം? എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. അതായത് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. ദ തീം ഫോർ വേൾഡ് പൾസസ് ഡേ 2023 ഈസ് ഓൾസോ ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചറിന് വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത്. അടുത്തത് ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ നമുക്ക് നോക്കാം അല്ലെ. ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ, അതായത് അന്താരാഷ്ട്ര
മാതൃഭാഷാ ദിനമായിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ആചരിക്കുന്നത്, അല്ലെ? ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ആചരിക്കുന്നത് അന്താരാഷ്ട്ര ഭാഷാ ദിനം എന്ന രീതിയിലാണ്. ഇതെന്നാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 21 ആചരിക്കുന്നത്, അല്ലെ? ഫെബ്രുവരി 21 എന്തായിരിക്കാം? ഇന്റർനാഷണൽ മദർ ടങ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ ഇന്റർനാഷണൽ മദർ ടങ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 21. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊമോട്ട് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് മൾട്ടി ലിംഗ്വിസം അക്രോസ് ദ വേൾഡ്. അതായത് ആഗോളതലത്തിലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ആ ഭാഷകളുടെ എല്ലാം തനതായിട്ടുള്ള ആ സാംസ്കാരിക തനിമയും പൈതൃകവും നിലനിർത്തുക അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർനാഷണൽ മദർ ടങ് ഡേ എന്ന രീതിയിൽ ആചരിക്കുന്നത്. ഇതാദ്യമായിട്ട് അനൗൺസ് ചെയ്യപ്പെട്ടത് എവിടെയാണ്? യുനെസ്കോയിലാണ്, അല്ലെ? യുനെസ്കോയിലാണ് ഇത്. അതായത് യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ യുനെസ്കോയിലാണ്. കൾച്ചറൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള യുനെസ്കോയിൽ 1999 ഇത് ആദ്യമായിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതിനെ അംഗീകരിച്ചത് 2002 2002 അംഗീകരിച്ചതാരാണ്? യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ് ഇതിനെ 2022 അംഗീകരിച്ചത്. 2022 അംഗീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാൻ തുടങ്ങിയ എന്താണ്? അത് 2008 മുതലാണ് അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത് എന്ന് ഓർത്തേക്കുക. അതേപോലെ 2023 ഒരു തീമുണ്ട്. എന്താണ് തീമെന്ന് നമ്മൾ നോക്കുക, അല്ലെ? മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ എ നെസസറി ടു ട്രാൻസ്ഫോം എഡ്യൂക്കേഷൻ. അതായത് ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ, നമ്മൾ ഇംഗ്ലീഷിലും പഠിക്കുന്നുണ്ട്, മലയാളത്തിലും പഠിക്കുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ ഹിന്ദിയിലും പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബഹുഭാഷാ തലത്തിലൊക്കെ വേണമെന്നൊക്കെ ഒരു ഡിമാൻഡ് ഇതുമായി നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. അടുത്ത ഇന്റർനാഷണൽ വിമൻസ് ഡേ തീം എന്നാ പറയുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരവുകൾ എന്താണ്? അതാണ് ഈ കാണുന്ന മാർച്ച് 8 എന്ന് പറയുന്ന ഉത്തരം, അല്ലെ? മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം, അല്ലെ? ഇത് ഏത് കാലത്ത് എന്നാണ് മുന്നിൽ വന്നത് അല്ലെങ്കിൽ എന്ന് മുതലാണ് ആചരിക്കപ്പെട്ട് തുടങ്ങിയതെന്നൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ഏകദേശം ഒരു 20ാം സെഞ്ചുറിയിലാണ് അല്ലെങ്കിൽ 20ാമത്തെ നൂറ്റാണ്ടിലാണ് ഇത് ആചരിക്കപ്പെട്ട് തുടങ്ങിയത്. ഇത് തൊഴിലാളികളുടെ മുന്നേറ്റമുണ്ട്, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ 20ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഇത് ആചരിക്കപ്പെട്ട് തുടങ്ങിയെന്ന് നമുക്കറിയാം. ഇത് ഔപചാരികമായിട്ട് അംഗീകരിക്കപ്പെട്ടത് 1977 മുതലാണ് എന്ന് നമുക്കറിയാം, കേട്ടോ. അതേപോലെ ഇത്തവണത്തെ തീമാണ്, തീം ആണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. തീം എന്താണ്? വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീം എന്താണ്? അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാളിറ്റി. അതായത് നമ്മൾ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന സ്ത്രീ പുരുഷ സമത്വമാണ്. അപ്പൊ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ട് എന്തായിരിക്കും? ഡിജിറ്റൽ ഇന്നൊവേഷനും ടെക്നോളജിയും എല്ലാം ഉപയോഗിക്കണമെന്ന് പറയുന്നതാണ് ഈ പറയുന്ന വനിതാ ദിനത്തിന്റെ തീമായിട്ട് നമ്മൾ ഇത്തവണ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന വനിതാ ദിനം, അല്ലെ? ഇന്റർനാഷണൽ വുമൻസ് ക്യാമ്പയിൻ, അത് എന്തൊക്കെയാണ്? ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്, ജെൻഡർ ഇക്വിറ്റിക്ക് വേണ്ടിയിട്ടും ഒരുപാട് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് എന്നതും നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി അടുത്ത നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാൽ അതെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്തായിരിക്കാം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ? അത് മറ്റൊന്നുമല്ല. അതെന്താണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ? നമ്മൾ വംശീയ വേർതിരിവ് അല്ലെങ്കിൽ വർണ്ണ വിവേചനം എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ വർണ്ണ വിവേചനത്തിനെതിരായിട്ടുള്ള ഒരു ദിനമായിട്ട് ഇവിടെ ആചരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് മാർച്ച് 21 ആചരിക്കുന്നത്. ഏതാണ്? റേഷ്യലാണ്, റാസ്യൽ, അല്ലെ? റേഷ്യൽ അല്ലെ വംശീയ വേർതിരിവ് എന്ന് നമ്മൾ പറയുന്നതാണ്. ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് മാർച്ച് 21 ആചരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെ എന്ത് ചെയ്തു? പോലീസ് വെടിവയ്പുണ്ടായതാണ്. വർണ്ണവിവേചനം ആരോപിച്ചുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ പോലീസിന്റെ വെടിവയ്പുണ്ടായ ദിവസമാണ് മാർച്ച് 21 എന്ന് പറയുന്നത്. അതേപോലെയോ ഇറ്റ്സ് എയിം ടു എലിമിനേറ്റ് ഓൾ ഫോംസ് ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. അതായത് ഈ പറയുന്ന വംശീയ വേർതിരിവിനെ എല്ലാ അർത്ഥത്തിലും തുടച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിനമായിട്ടാണ് ഇത് ആചരിക്കുന്നത്. ആ ദിവസമാണ് മാർച്ച് 21 എന്ന് പറയുന്ന ദിവസം. അടുത്തത് ഷഹീദ് ദിവസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഷഹീദ് ദിവസ് എന്താണ്? ഷഹീദ് ദിവസ് എന്ന് നമുക്ക് നോക്കാം, അല്ലെ? ഷഹീദ് ദിവസിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? മാർട്ടേഴ്സ് ഡേ അല്ലെങ്കിൽ രക്തസാക്ഷിത്വ ദിനമെന്നാണ് നമ്മൾ ഏത് ദിവസത്തെ വിളിക്കുന്നത്? ഷഹീദ് ദിവസത്തെ വിളിക്കുന്നത് രക്തസാക്ഷി ദിനം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് ആചരിക്കുന്നത്
മാർച്ച് 23-നാണ്. എല്ലാ വർഷവും മാർച്ച് 23-നാണ് രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവൻ ആഹൂതി ചെയ്ത അല്ലെങ്കിൽ ജീവൻ സമർപ്പിച്ച, ജീവൻ ത്യജിച്ച ധീരന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഓർമ്മ ദിവസമാണ് നമ്മൾ ഈ രക്തസാക്ഷിത്വ ദിനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്നേ ദിവസം എന്താണ് സംഭവിച്ചത്? മാർച്ച് മാസം 23-ാം തീയതി അല്ലെ, ശിവറാം രാജ്ഗുരു, സുഖദേവ് താപ്പർ, ഭഗത് സിംഗ് എന്നീ ധീരദേശാഭിമാനികൾ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയതിന്റെ വാർഷികം കൂടിയാണ് ഈ പറയുന്ന ദിനം എന്ന് പറയുന്നത്, മാർച്ച് 23 എന്ന് പറയുന്നത്. അടുത്തത് ഉത്കൽ ദിവസ് നമുക്ക് നോക്കാം അല്ലെ. ഉത്കൽ എന്ന് പറയുന്നത് എന്താണ്? ഒറീസ എന്ന് പറഞ്ഞൊരു പ്രദേശമാണ് ഉത്കലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉത്കലം എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇത് ആചരിക്കുന്ന എല്ലാ വർഷവും ഏപ്രിൽ 1-ാം തീയതിയാണ് അല്ലെ. ഉത്കൽ ദിവസ് ഈസ് ഒബ്സർവ്ഡ് ഓൺ ഏപ്രിൽ 1 ആണ്. അപ്പോൾ ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഉത്കൽ ദിവസം ആചരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ബീഹാർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അല്ലെ, ഇറ്റ് കൊമമറേറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഒഡീഷ ആഫ്റ്റർ ഇറ്റ്സ് സെപ്പറേഷൻ ഫ്രം ബീഹാർ ആൻഡ് ഒറീസ പ്രൊവിൻസ്. അതായത് ബീഹാർ ആൻഡ് ഒറീസ പ്രൊവിൻസ് എന്ന പേരിൽ ഒരു പ്രദേശമുണ്ടായിരുന്നു. ആ പ്രദേശത്തിൽ നിന്നും ഒറീസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക പ്രദേശമായിട്ട് അല്ലെങ്കിൽ സംസ്ഥാനമാക്കിയിട്ട് രൂപീകരിക്കാൻ കാരണമായ ആ ഒരു ദിവസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉത്കൽ ദിവസ് എന്ന് വിളിക്കുന്നത്. ഇത് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അതായത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന കോറാപുത്ത്, അതേപോലെ തന്നെ ഗഞ്ചം എന്നീ ജില്ലകളെ എന്തു ചെയ്തു? 1936 മദ്രാസിൽ നിന്നും വേർപെടുത്തി ഈ പറയുന്ന ഒറീസ സംസ്ഥാനത്തിന് നൽകുകയുണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത. ഇനി അതേപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്, വേൾഡ് എർത്ത് ഡേ, അതായത് ഭൗമദിനം എന്നാണ് നമ്മൾ പറയുന്നത്. എർത്ത് ഡേ എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. വേൾഡ് എർത്ത് ഡേ എന്നാണ് ആചരിക്കുന്നത്? ഏപ്രിൽ മാസത്തിലാണ് ആചരിക്കുന്നത്. ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് വേൾഡ് എർത്ത് ഡേ ആചരിക്കുന്നത്. എല്ലാ വർഷവും ഇത് ആചരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മോഡേൺ എൻവയോൺമെന്റൽ മൂവ്മെന്റ്, അതായത് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ ആ ഒരു 1970-ലെ ആ ഒരു രൂപീകരണത്തിന് ശേഷം, അല്ലെങ്കിൽ ബെർത്ത് ഓഫ് ദ മോഡേൺ എൻവയോൺമെന്റൽ മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനം 1970-ലാണ് രൂപീകരിച്ചത്. അതിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും 22-ാം തീയതി, ഏപ്രിൽ മാസം 22-ാം തീയതി ഭൗമദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലെ. 2022-ൽ എന്തായിരുന്നു ഇത് പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്? തീം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീം എന്ന് പറയുന്നത് എന്തായിരിക്കാം? കണ്ടിന്യൂവേഷൻ ഓഫ് ദ 2022 ടു ദ തീം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. അതായത് 2022-ൽ നമ്മൾ പിന്തുടർന്നു വന്ന അതേ രീതി അത് തന്നെ എന്ത് ചെയ്യുക? വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ദ ഡേ എയിംസ് ടു റൈസ്, RAISE ആണ് റൈസ് ഇവിടെ വരേണ്ടത്, RAISE ആണ്. ദ റൈസ് അവയർനെസ് അബൌട്ട് എൻവയോൺമെന്റ് ഇഷ്യൂസ്, അതായത് നമ്മുടെ പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തെയും അതേപോലെ തന്നെ നമ്മളുടെ പരിസ്ഥിതിയും എല്ലാം സംരക്ഷിക്കുക എന്നൊരു ടാർഗറ്റ് ഇട്ടുകൊണ്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു വേൾഡ് എർത്ത് ഡേയുടെ തീമായിട്ട് പറയുന്നത്. ഇനി അടുത്ത വാർത്ത എന്ന് വെച്ചാൽ നാഷണൽ സ്പേസ് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നാഷണൽ സ്പേസ് ഡേ എന്ന് വെച്ചാൽ എന്തായിരിക്കാം? നമ്മുടെ ബഹിരാകാശ ദിനമെന്ന രീതിയിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ബാഹ്യാകാശ ദിനം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഇത് കൂടുതൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ പുരോഗതിയുമായിട്ട് കൂട്ടി വായിക്കേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് നമ്മൾ എന്ത് തീരുമാനിച്ചിരിക്കുന്നത്? നാഷണൽ സ്പേസ് ഡേ ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് കേട്ടോ. എന്താണ് സംഭവിച്ചത്? നമ്മളുടെ ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ചന്ദ്രയാൻ അത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ എന്താണ് വളരെ വിജയപ്രദമായിട്ട് ലാൻഡ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാഷണൽ സ്പേസ് ഡേ എന്ന പേരിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ദ ക്യാബിനറ്റ് ഓൾസോ അപ്ലോഡഡ് ദാറ്റ് ഡെസിഗ്നേഷൻ ഓഫ് 2 more ലൊക്കേഷൻസ്, അതായത് 2 ലൊക്കേഷനുകൾക്ക് കൂടി എന്ത് ചെയ്തു? നമ്മൾ പേരിട്ടിട്ടുണ്ട്. അതായത് 2 ലൊക്കേഷനുകൾ, അതായത് ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള 2 കേന്ദ്രങ്ങൾക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യും? നാമകരണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരെണ്ണത്തിന്റെ പേര് തിരങ്ക പോയിന്റ് എന്നാണ്. അപ്പൊ എന്താണ് തിരങ്ക പോയിന്റ്? തിരങ്ക പോയിന്റ് നമ്മുടെ ട്രൈ കളർ ഫ്ലാഗിനെയാണ് നമ്മൾ തിരങ്ക പോയിന്റ് എന്ന് വിളിക്കുന്നത്. എന്തായിരിക്കും തിരങ്ക പോയിന്റ് എന്ന് പറയുന്നത്? അടുത്തത് എന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ് പറയുന്നത് തിരങ്ക പോയിന്റ് അല്ലെ. അതായത് ചന്ദ്രയാൻ 2 പതിച്ച സ്ഥലമാണ് നമ്മൾ തിരങ്ക പോയിന്റ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ചന്ദ്രയാൻ 2ന്റെ ലാൻഡിംഗ് പോയിന്റിനെയാണ് നമ്മൾ തിരങ്ക പോയിന്റ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ചന്ദ്രയാൻ 3ന്റെ ആ ഒരു ലാൻഡ് ചെയ്ത സ്ഥലം അവിടെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചന്ദ്രയാൻ 3ന്റെ ഇതിനെയാണ് നമ്മൾ ശിവശക്തി പോയിന്റ് എന്നും വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് ഇവന്റ്സ് എന്ന് പറയുന്ന ആ ഒരു കറണ്ട് അഫയേഴ്സ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് LSG സെക്രട്ടറി, അതായത് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ LSG
സെക്രട്ടറി കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക്, ബാസിസ് അക്കാഡമിയുടെ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 9846183166 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ അവതരിപ്പിക്കുന്ന വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്